യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഏട്ടാ, ഇങ്ങനൊന്നും പറയല്ലേ. ഏട്ടന്മാരോടോ അമ്മയോടോ എനിക്കൊരു പരാതിയോ പരിഭവം ഇല്ല. നിങ്ങളുള്ള ആ വീട് പണ്ട് എനിക്ക് സ്വർഗമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ വീടിന്റെ അവസ്ഥ അതല്ല. അതിപ്പോ നമ്മുടെ മാത്രം വീടല്ല, പ്രത്യേകിച്ച് എന്റെ വീടല്ല. മോളെ, എനിക്കിനി അവിടെ വന്നു പോകാനുള്ള അവകാശമല്ലാതെ സ്വന്തം വീടായി കരുതാനാവില്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ പെണ്ണ. ഇനി ഞാൻ കഴിയേണ്ടത് എന്റെ ഭർത്താവിന്റെ വീട്ടില്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പുതിയൊരു വീട് കണ്ടെത്തി. ആ വീടാണിത്. ഇതൊക്കെ ആരാ മോളെ നിന്നോട് പറഞ്ഞത്? നിന്നെ ഞങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയച്ചിട്ടില്ല. നിന്റെ ഭർത്താവിനെ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞത് മുതൽ നീ ശ്യാമൻ നമ്മുടെ വീട്ടിലല്ലേ താമസിച്ചത്. അവൻ അവിടുന്ന് പോയെന്ന് കരുതി നിന്റെ വീട് എങ്ങനെ നിന്റെ അല്ലാതാവും? ഇനി അങ്ങനെ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളായിരിക്കും ആ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തു പോവുക. അനുപമ നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞോ സോന? ഉണ്ടെങ്കിൽ നീ ഏട്ടനോട് പറ. ഇല്ല ഏട്ടാ, ഞാനിനി ഒന്നും പറയാൻ ആളല്ല. എന്റെ മനസ്സ് എന്നോട് പറയുന്ന കാര്യങ്ങളാ ഞാനിപ്പോ ചെയ്യുന്നത്. എന്നെ ആ വഴിക്ക് വിട്ടാൽ മാത്രം മതി. അങ്ങനെ നീ പാതി പറഞ്ഞു വെക്കല്ലേ സോനെ. നിന്റെ വാക്കിൽ നിന്ന് എല്ലാവരും ഇപ്പൊ കരുതുന്നത് ഏട്ടത്തി നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുന്നാ. അതല്ലേ സോനെ സത്യം? ഞാൻ ഏട്ടത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സത്യം എന്നത് വിശ്വസിക്കാൻ പോണില്ല. പിന്നെ എന്തിനാ ചോദിക്കുന്നേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവര് കാരണം. ഇനി ഒരിക്കലും അങ്ങോട്ട് വരില്ലെന്ന് തീരുമാനിച്ചതും അവരവിടെ ഉള്ളതുകൊണ്ടാ. ഞാനവിടെ ഉണ്ടായ നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടും. കേട്ടില്ലടാ, കേട്ടില്ലേ നീ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഇവൾ ഒഴിഞ്ഞു തന്നത്. എന്റെ മോക്കൊപ്പം ഞാനും ഒഴിഞ്ഞു തന്നേക്കവിടാ. നിങ്ങളൊക്കെ തിരിച്ചു പോയിക്കോ. ഞാനും എന്റെ മോളെ ഇനി ഇവിടെ കഴിഞ്ഞോളാം. അമ്മയും സോനെ പോലെ ആവല്ലേ. ഇത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പുറത്തുനിന്ന് ഒന്നും ആരെയും ഞാൻ സമ്മതിക്കില്ല. മോളെ സോനെ, നിനക്ക് ഈ ഏട്ടനെ വിശ്വാസമല്ലേ? ഞാനാ പറയുന്നത്. അത് നിന്റെ വീടാ. ആ വീട്ടിൽ നിനക്കൊള്ളാത്ത അധികാരവും സ്വാതന്ത്ര്യവും വേറെ ആർക്കും ഇല്ല. ആ ഒരു ഉറപ്പ് നിനക്ക് നിന്റെ ഈ ഏട്ടൻ തരുവാ. നീ ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം വാ. ഇല്ല ഏട്ടാ, ഏട്ടൻ എന്നെ വെറുതെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. എനിക്കിപ്പോ എന്റെ സന്തോഷത്തെക്കാൾ വലുത് നിങ്ങളുടെയൊക്കെ ജീവിതം. എന്റെ ലൈഫ് എന്തായാലും ഇങ്ങനെയൊക്കെയായി. ഇനി അവിടെ നിറഞ്ഞു നിൽക്കേണ്ടത് ഇന്ദ്രേട്ടന്റെ കുടുംബ, പിന്നെ സത്യേട്ടന്റെ. നിങ്ങൾ നമ്മുടെ അമ്മയെ കൈവിട്ട് കളയാതിരുന്നാൽ മാത്രം മതി. അമ്മയ്ക്ക് നിന്നോട് ചില സംസാരിക്കാനുണ്ട്. ഞാൻ എന്റെ മോളെ സമാധാനിപ്പിച്ചോളാം. നിങ്ങളിവിടെ നിൽക്ക്. നമുക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാം. എനിക്ക് അവളെ ഒന്ന് കാണണം. എന്റെ പൊന്നിനെ കാണാതെ അമ്മമ്മ എന്തോ ഒരു സങ്കടപ്പെട്ടെന്നറിയോ? അയ്യോ,
എന്റെ മോളില്ലാതെ അമ്മമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്റെ അമ്മയ്ക്ക് എന്താ മോളെ അമ്മമ്മ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടത് മനസ്സിലാവാത്തെ? അമ്മ വാ, മോളെ ഇവിടെ കിടത്തിയിട്ട് നമുക്ക് എല്ലാരും പോയി കാണാം. അവരെല്ലാരും കാത്തുക്കല്ല. അവര് കാത്തു നിൽക്കട്ടെ. എത്ര കാത്തു വന്നിട്ടായാലും നിന്നെയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോവൂ. എന്റെ അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ഞാൻ ആ വീട് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു വന്നതാ. ഞാൻ ഇവിടെയെങ്കിലും സമാധാനത്തോടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മോളെ സോനെ, വാശിയൊക്കെ നല്ലതാ. പക്ഷെ അത് നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ഭാവി സുരക്ഷിതമാക്കാനാവണം. അല്ലാതെ ഈ അനാഥാലയത്തിൽ നിന്റെ ജീവിതം തളച്ചിടാനായി പോകരുത്. ഈ ചെറിയ പരിമിതിയിൽ ജീവിച്ചു തുടങ്ങിയ അതുമായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങും അമ്മേ. വീട്ടിലെ വാശിയും മത്സരബുദ്ധിയും ഒന്നും ഒപ്പം ഉണ്ടാവില്ല. അവിടേക്ക് ഞാൻ ഇനി തിരിച്ചു വരണമെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. ഏത് കാര്യത്തിന് എന്ത് തീരുമാനം ഉണ്ടാവേണ്ടത് നീ പറ. നീ ഇപ്പോ എന്തു പറഞ്ഞാലും ഇന്ദ്രൻ അതനുസരിക്കും. പിന്നെ നിന്നെ കാണാതായ അന്ന് തന്നെ ഞാനും നിന്റെ ഏട്ടനും കൂടി അനുപമയെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവരെ തമ്മിൽ എന്നേക്കുമായി പിരിക്കാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. മോളൊരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് നീ തിരിച്ചു വരണമെങ്കിൽ അനുപമ ആ വീട്ടിലുണ്ടാവരുതെന്ന് നിന്റെ ഏട്ടനോട് പറ. അവൻ അതിന് സമ്മതിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാ മതി. എന്താ? അത് അമ്മ, ഞാനെങ്ങനെയാ ഏട്ടത്തെ വീട്ടിൽ കയറ്റരുതെന്ന് ഏട്ടന്റെ മുഖത്ത് നോക്കി പറയുന്നേ? എന്നാ ശരി, നീ പറയണ്ട, അവനോട് ഞാൻ പറഞ്ഞോളാം. നീ കൂടെ നിന്ന് എല്ലാത്തിനും തലയാട്ടിയാ മാത്രം മതി. പറ്റൂ? പിന്നെ വേറൊരു കാര്യം, സത്യം കൂടെയുണ്ട്. നീ ഇവിടുന്ന് വരുന്ന പ്രശ്നമില്ലെന്ന് ഇനി ഉറപ്പിച്ചു പറയരുത്. അവൻ ചിലപ്പോ സോനയ്ക്ക് എവിടെയാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ എന്ന് ചിലപ്പോ പറയാനിടയുണ്ട്. അത് അപകടമാ. അപ്പോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് അമ്മയ്ക്ക് നിർബന്ധാണോ? പിന്നല്ലാതെ. നീ നിന്റെ കുഞ്ഞും ഇവിടെ കഴിയാനോ? നിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കൊന്നും കരുതണ്ട. നീ വാ, കുഞ്ഞിനെ കൊണ്ടേ കിടത്തിട്ട് നമുക്ക് അവരോട് പോയി സംസാരിക്കാം. ചെല്ല്. ചക്കര മോള്. അതെ, ഞാൻ സംശയിച്ചതുപോലെ തന്നെയാ കാര്യങ്ങള്. അതുകൊണ്ടാ ഞാൻ അവളെ മാറ്റി നിർത്തി സംസാരിച്ചതും. എടാ, നിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്തത് പലതും അന്ന് അനുപമ സോനയോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പോലും അവളെല്ലാം വിട്ടു പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് പലതും മനസ്സിലാവും. എന്റെ മോള് എന്തൊക്കെയോ മനസ്സിലിട്ട് നീട്ടുന്നുണ്ടെന്ന്. അമ്മേ, സോനയ്ക്ക് അത്ര വലിയ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അനുപമയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല. അവളോട് അമ്മ പറ, നമുക്കൊപ്പം വരാം. അവൾ അനുഭവിച്ച വേദനയ്ക്ക് അനുപമയെ കൊണ്ട് തന്നെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കും. ഇല്ല ഇന്ദ്ര, സോനി ഇനി ഒരിക്കലും അനുപമയുടെ മുഖത്ത് നോക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ അവള് വീട്ടിലേക്ക് വരാത്തത്. അല്ലാതെ നമ്മളെ ആ വീടും അവൾക്ക് ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ല. ഇപ്പൊ സോന നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അനുപമ വീട്ടിലേക്ക് വരില്ലെന്ന് നീ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കണം. അമ്മ എന്താ ഈ പറയുന്നേ? സോനയുടെ വാശിക്ക് ഏട്ടൻ എടുത്തി ഉപേക്ഷിക്കണമെന്നോ? അതൊന്നും ശരിയാവില്ല. സോനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അല്ലാതെ ഏടത്തെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള ഉറപ്പൊന്നും ഏട്ടന് കൊടുക്കാൻ പറ്റില്ല. അത് നീയാണോടെ തീരുമാനിക്കുന്നത്? എനിക്ക് ഭാര്യയാണോ വലുത്, കൂടപ്പുറപ്പാണോ വലുതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോളെ, നീ നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വാ. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇനി നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത ആരും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയില്ല. ഏട്ടാ, സത്യ, നീ ഇതിൽ ഇടപെടണ്ട. അമ്മേ, സോനയും കൂട്ടിക്കൊണ്ടുപോയി അവരോട് സംസാരിച്ചിട്ട്
കുഞ്ഞിനെ കൊണ്ട് വേഗം ഇറങ്ങാൻ നോക്ക്. ഇന്ദിര, ഒന്നിനെ ഉപേക്ഷിച്ച് മറ്റൊന്നിനെ നേടുന്നതിലല്ല മിടുക്ക്, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിലാ. ദേ, ഈ കാര്യത്തിൽ ഭാനുമ്മയോട് ആരും കൂടെ അഭിപ്രായം ചോദിച്ചില്ല.